നമസ്കാരം, ഓണസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നു അബു സലീം. നമസ്കാരം. നമസ്കാരം. ഒരു ടൈറ്റിൽ നെയിമിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ സിനിമയുടെ പേരിൽ തന്നെ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ? 24-ലുള്ള ഒരു ഭാഗ്യമാണ് അത്. അതെ, 24-ൽ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഒരുപാട് സിനിമകൾ, നല്ല വേഷങ്ങളുള്ള, നല്ല കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു 5-6 സിനിമ ചെയ്തു ഇപ്പോൾ 24-ൽ. നല്ല ലക്കി ആയിട്ടുള്ള, എനിക്ക് മലയാള സിനിമയ്ക്ക് തന്നെ ലക്കി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അതെ 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 മലയാള സിനിമ, നല്ല നല്ല സിനിമകൾ, എല്ലാം നല്ല വിജയവും എല്ലാവരും നല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ആ ടൈറ്റിൽ റോൾ കിട്ടിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർത്ത് സുകുമാരക്കുറുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളായിരിക്കുമെന്ന്. പക്ഷെ ടീസർ കണ്ടപ്പോഴത്തേക്കാണ് നമ്മുടെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ട്, അതായത് ഒരു കോമഡി ജോണറിൽ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ ജോണർ? സുകുമാരക്കുറുപ്പിന്റെ കഥ തന്നെയാണ്. ആണ്, സുകുമാരക്കുറുപ്പാണ്. ഏത് സുകുമാരക്കുറുപ്പൊന്നുമില്ല, ഒരു സുകുമാരക്കുറുപ്പിന്റെ കഥയാണിത്. അതിൽ മാറ്റമൊന്നുമില്ല. മനസ്സിലായി. നമ്മൾ മലയാളികൾക്ക് സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു നെയിമാണല്ലോ ഇത്. സുകുമാരക്കുറുപ്പ് തന്നെയാണ്. വേറെ നാട്ടില് നല്ലവനായ സുകുമാരക്കുറുപ്പ് അല്ലേ? സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയണ്ടേ, അതൊരു സുകുമാരക്കുറുപ്പ് വേറെ, ഇത് വേറൊരു സുകുമാരക്കുറുപ്പ്. അപ്പൊ ഈ സുകുമാരക്കുറുപ്പിന്റെ ഒരു സവിശേഷത, ക്യാരക്ടർ എങ്ങനെയാണ്? ഇത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു സുകുമാരക്കുറുപ്പാണ്. റെസ്റ്റോറൻറ്റ് ബേസ് ചെയ്തിട്ടാണ് കഥ കംപ്ലീറ്റ് നടക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ കുറച്ച് പിള്ളേരുണ്ട്, ഒരു 3-4 പേരുണ്ട്. അവർ നമ്മുടെ സ്റ്റാഫ്. ആ സ്റ്റാഫിൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ വേറെ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള സംഭവങ്ങൾ ഇതിലുണ്ട്. അതോടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗ്യാങ്. അപ്പം ഹോട്ടലിലെ സ്റ്റാഫാണ്. പിന്നെ അവർക്ക് പുറത്തും പോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വലിയൊരു ബംഗ്ലാവുണ്ട്, ഒരു വലിയൊരു പണക്കാരൻ്റെ. അങ്ങേരുടെ കഥ ഈ പിന്നെ റെസ്റ്റോറൻറ്റായിട്ട് വളരെ മിങ്കിള് ഇതാവുന്നൊരു ക്യാരക്ടറാണ് പുള്ളി. ആ കഥയിൽ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് ഈ പിള്ളേർ അതിലേക്ക് വരുന്നതും ഒരു സംഭവത്തിൽ പെടുന്നതും അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ കൂടെ എനിക്ക് ചേരേണ്ടതായിട്ട് വരികയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും, അതാണ് സിനിമയുടെ ചുരുക്കം. അതോടൊപ്പം തന്നെ കോമഡിയും അതുപോലെ ഒരുപാട് എന്താ പറയേണ്ടത് സീരിയസ് സീനുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ആ ഒരു വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ചുവട് മാറ്റി ഇപ്പോൾ ഇതിലേക്ക് വന്നു, അത് ക്യാരക്ടർ റോൾസിലേക്ക് വന്നു. കോമഡി എന്ന് മാത്രം പറയാൻ പറ്റില്ല, കുറേ ക്യാരക്ടർ റോൾസിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കമൻറ്റ് നോക്കിയപ്പോൾ കണ്ടേക്കാം. അപ്പോൾ നമ്മുടെ ഭീമൻ രഘുചേട്ടൻ ഇതുപോലെ ആയിരുന്നല്ലോ, ഒരു ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതാരാടാ യുദ്ധക്കളത്തിൽ പുതിയൊരു പോരാളി ഇത്. അതായത് പുള്ളി ആ ഒരു ജോണറിലേക്ക് മാറിയല്ലോ. അപ്പം അടുത്ത ആളും കൂടി വരുമ്പോഴത്തേക്കും അല്ല, പുള്ളിയുടെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. റാംബോ സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ചൊരു സംസാരമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഭീമൻ രഘുചേട്ടനായിട്ട്? രഘുചേട്ടനെ അടുത്ത ദിവസം കണ്ടിട്ടില്ല ഞാൻ. പിന്നെ അത് ആ ഫോട്ടോ എന്ന് പറയുന്നത് റാംബോ സുകുമാരക്കുറുപ്പും സ്വന്തം വിശേഷിപ്പിച്ച് സ്വന്തം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള ഇതാണ്. സിനിമയിൽ അങ്ങനത്തെ ക്യാരക്ടർ അല്ല. സിനിമയിൽ അല്ലാതെ പോസ്റ്ററിലൊക്കെ കണ്ടില്ലേ, അതുപോലുള്ള ക്യാരക്ടറാണ് ഞാൻ. അത് അങ്ങനത്തെ ഒരു റാംബോ സുകുമാരക്കുറുപ്പ് സ്വയം പറഞ്ഞു നടക്കുന്ന, പിന്നെ ബോഡി ബിൽഡിങ്ങും ഒക്കെ ചെയ്തിട്ട് കടയിലൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ച് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഇവർ കാണുന്നത്, കൂടെ ഉള്ളവർ കാണുന്നത് വേറൊരു തലത്തിലും, അത് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും സുകുമാരക്കുറുപ്പ് വേറൊരു തലത്തിലാണ് അങ്ങനെയുള്ള ഇതുണ്ട്. കൂടുതലായിട്ട് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആകെ കൊച്ചു സിനിമയാണ്. ആ കൊച്ചു കഥേൻ്റെ ഉള്ളിലുള്ള സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ത്രില്ലിംഗ് ഉണ്ടാവില്ല. ത്രില്ലിംഗ് എലമെന്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഓക്കെ, ആക്ച്വലി പ്രമോഷൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി ഈസിലി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പൂക്കാലത്തിലെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, വേണു എന്നായിരുന്നു. നമ്മളെല്ലാവരെയും ഭയങ്കര അത്ഭുതപ്പെടുത്തി. അതായത് റിട്ടയർമെന്റ് ആയ ശേഷമാണ് എൻ്റെ സർഗവൈഭവം മുഴുവൻ പുറത്തേക്ക് വന്നത് എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കുറെ ട്രോൾസുകളിലും തഗ്ഗൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അത് ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും റീച്ച് ആയിട്ട് പോകുന്നു.
എനിക്ക് ആദ്യം അറിയാം അതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞ തന്നെ ഗണേഷ് രാജ് ഡയറക്ടർ പുള്ളിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ ക്യാരക്ടർ അവർ വളരെ ആലോചിച്ചിട്ടാണ് പിന്നെ വന്ന് സംസാരിച്ച് പിന്നെ സീൻസ് 1-2 സീന് ചെയ്ത് അവർ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ആ പടത്തിൽ അഭിനയിച്ചത്. അത് വേറെ ഞാൻ ചെയ്യാത്തൊരു തലത്തിലുള്ള ഒരു ആക്ടിങ് ആയിരുന്നു അതിൽ. ഒരു കുടുംബസ്ഥനായിട്ട് അതിൽ ഭാര്യ, മകള്, അതിൻ്റെ കുടുംബത്തിലുള്ള കാര്യം, രാമായണമൊക്കെ വായിച്ചിരിക്കുന്ന ഒരാൾ, പിന്നെ ആ ക്രിസ്ത്യൻ ഫാമിലിയിൽ അവരെ കല്യാണം കഴിച്ചിട്ട് അതിൽ ഒരുപാട് എന്താ പറയുക. പിന്നെ വിജയരാഘവേട്ടൻ ആ സിനിമയിൽ കുട്ടേട്ടനുള്ളത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പുള്ളി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി, അതിൽ പഠിച്ചു എന്നുള്ള അവസാനം വരെ ഈ വിജയരാഘവൻ്റെ ക്യാരക്ടർ എന്നെ അംഗീകരിക്കുന്നില്ല. ലാസ്റ്റ് നിമിഷത്തിൽ അംഗീകരിക്കുന്നത് അതിൽ വെറും ഒരു പുള്ളിൻ്റെ തോളിൽ കൈവെക്കുമ്പോൾ ഒരു ലുക്ക് കൊണ്ട് നമുക്കത് അതിൻ്റെ ഇതെല്ലാം ഫലിപ്പിക്കാൻ പറ്റിയെന്നുള്ള അത് ഭയങ്കര ഒരു ഡയലോഗ്സ് ഒന്നും വേണ്ട. അതെ, അതിൽ ആ ഒരു പുള്ളിനെ ഞാൻ നോക്കുന്ന ഒരു ലുക്കുണ്ട്, അത് ഭയങ്കര എഫക്റ്റീവായി. അത് ചില സമയത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓരോന്ന് അങ്ങനത്തെ വേഷങ്ങൾ കിട്ടിയാലാണ് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം അത് ഭീഷ്മപർവ്വം എന്നുള്ള സിനിമ ചെയ്തതിന് ശേഷമാണ് അവർ അതിനെപ്പറ്റി ആലോചിച്ചത്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അല്ലാതെ അതിന് മുമ്പ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കോഴിക്കോട് മഹാറാണിയിൽ പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മഹാറാണിയിൽ വന്നിട്ട് ക്യാമ്പ് അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ രാവിലെ അവിടുന്ന് പോവുകയൊക്കെ സാധാരണ ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകുമ്പം പല ആൾക്കാരും സിനിമ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവിടെ മഹാറാണിയിൽ വെച്ച് നടക്കും. അപ്പോൾ അവർ ചിലർ കാണുമ്പോൾ ഞങ്ങളൊരു പടത്തിൻ്റെ ഡിസ്കഷൻ അടുത്ത മാസം 1-ാം തീയതി തുടങ്ങും, ഇതൊരു ഫാമിലി സബ്ജക്റ്റ്, നിങ്ങൾക്ക് പറ്റിയതില്ലേ ഇത്. അപ്പം തന്നെ വിധി എഴുതി. കാരണം നമുക്ക് ഫാമിലി ഒന്നുമില്ല, നമ്മൾ ഫാമിലി റോൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അവർ വില്ലൻ കഥാപാത്രങ്ങൾ അപ്പം അങ്ങനെ ഇതിൽ ആക്ഷനൊന്നുമില്ല അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫാമിലി സബ്ജക്റ്റിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നേരത്തെ ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്, ആ സമയത്തേ നടക്കുള്ളത്. അതാണ് അതിൻ്റെ വസ്തുത. അത് അല്ലാതെ നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രമിക്കണം, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. ഒരുപാട് എന്താ പറയേണ്ടത്, പിന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നമുക്ക് അങ്ങനത്തെ കിട്ടാത്തതും അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകൾ അത് ചിലപ്പോൾ കൂടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ നിന്നൊക്കെ തന്നെ അങ്ങനത്തെ റോളുകൾ മാത്രം ചെയ്യുമ്പം അതിനുള്ള ഒരു പറച്ചിലുണ്ടാവും. അതിൽ നിന്ന് ഒരു ക്യാരക്ടർ റോളൊക്കെ കിട്ടുമ്പോൾ അത് വലുതോ ചെറുതൊന്നുമല്ല, ചെറുതാണെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഇത് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ നേട്ടം തന്നെയാണത്. അത് നമ്മുടെ ഒരു അഭിനേതാവ് എന്നുള്ള നിലക്ക് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണത്. അത് ഷോട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഷോട്ട് ചെയ്ത് പിന്നെ ഇപ്പം മോണിറ്ററിൽ കാണുന്നതാണല്ലോ, ഡയറക്ടേഴ്സ് ആയാലും ഗുഡ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില സീനിലൊക്കെ കൈയടിക്കുകയാണ്. അതൊക്കെ ഭയങ്കര നമുക്ക് അത് വലിയൊരു അവാർഡ് മാതിരി തന്നെയാണത്. അതുമല്ല ഒരു കൂടുതൽ കോൺഫിഡൻസും ആവും, നമുക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, എനിക്കറിയാം ഇക്ക ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്ന, അതിൽ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് കൂടിയാണോ അത് കുറച്ചുകൂടി ഒരു കാര്യമായിട്ട് എടുത്തത്? അല്ലല്ല, ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് 3 ആഗ്രഹങ്ങളുള്ളത്. 1 ബോഡി ബിൽഡർ ആകുക, 2 പോലീസ് ആവണം, 3 സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ 3 ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലേ? അതെ. അതുകൊണ്ട് സംതൃപ്തനാണ് ഞാനത് പറഞ്ഞില്ലേ, ചെറിയ വേഷമാണെങ്കിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയിലൊന്നും ആവാൻ പറ്റാത്ത വയനാട് ജില്ലയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അവിടെ ഷൂട്ടിങ് വന്ന് കാണാൻ പോയ സ്ഥലത്ത് നിന്ന് ചാൻസ് കിട്ടി, അതിൽ അഭിനയിച്ചു. അപ്പം അത് ഒരു നിമിത്തമായിരുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒരു ആഗ്രഹങ്ങൾ അത് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും വേണം. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും സംഭവിക്കും. നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും, അത് നല്ലതായാലും ചീത്തയായാലും. ഓക്കെ, ഈ നിങ്ങൾ സെലിബ്രിറ്റികളിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭയങ്കര കൂട്ടല്ല അടുപ്പമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇക്കയുടെ ഭയങ്കര അടുപ്പമുള്ള ഒരാളായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മമ്മൂക്കയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അത് ഒരുപാട് 91-ലാണ് നമ്മൾ ജോണി വാക്കർ ഷൂട്ട് നടക്കുന്നത്. അന്ന് മുതലുള്ള ബന്ധമാണ്. അതിനു മുമ്പ് നമുക്കങ്ങനെ കാണാറുണ്ട്. ഒരുമിച്ച് അഭിനയിക്കുന്നത് ജോണി വാക്കറിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അത് എന്താ പറയേണ്ടത്, ഒരു മറക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയാണത്. അന്ന് മുതലുണ്ടായ ആ സൗഹൃദം അത് വലുതാവല്ലാതെ കുറഞ്ഞിട്ടില്ല.
ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ അതിൽ വേറൊരു രസം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് മമ്മൂക്ക ഷോട്ടിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണാം. ജോണി വക്കൽ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉള്ള ഒരു കാലഘട്ടം സിനിമയായിരുന്നു അത്. അപ്പോൾ അതിൽ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവർ ആശ്രയ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് ബാംഗ്ലൂർ. അവിടെ എല്ലാവരും കൂടി പാട്ട്, ഡാൻസ്, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് കലാപരിപാടികളും എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഇതായിരുന്നു. ഞാൻ വന്നതിന് ശേഷം നമ്മുടെ പോർഷൻ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പറയായിരുന്നു. പക്ഷേ സീന് എനിക്ക് എൻ്റെ ഓർമ്മ ഒരു പള്ളിയിലാണ്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ അത് അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ മമ്മൂക്കാനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അന്ന് മിസ്റ്റർ ഇന്ത്യ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ട്രെയിനിങ് വർക്കൗട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ കോസ്റ്റ്യൂമും ഇങ്ങനെ സ്ലീവ്ലെസ് ബനിയനും ഈ മറ്റേ അമേരിക്കൻ കോപ്സിൻ്റെ സ്ക്വയർ കട്ട് ഹെയർ കട്ടൊക്കെ ആയിട്ടാണ് ഒരു പണ്ടത്തെ വില്ലന്മാരുടെ അല്ല, അത് പിന്നെ അമേരിക്കൻ കോപ്സിൻ്റെ കട്ടിങ് ആണ്. അപ്പോൾ അത് ആ സ്റ്റൈലിൽ പങ്ക് സ്റ്റൈല് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു കരാട്ടെ മാസ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ ഫാറൂഖ് സെൻസൈ എന്നുണ്ട്. പുള്ളി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര 6'4" ഹൈറ്റ്, ഭയങ്കര ടോൾ മാനാണ് പുള്ളി. പങ്ക് സ്റ്റൈലാണ്, സൈഡ് രണ്ടും വടിച്ചിട്ട് മുടി മാത്രം ഇങ്ങനെ മറ്റേ ഇവരെ ഫ്രഞ്ച് ഇതിൻ്റെ തൊപ്പിയുമായിട്ടുള്ള അത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇതായിരുന്നു. അങ്ങനെ അതിൽ തന്നെ ഞാൻ മമ്മൂക്കാനോട് പറഞ്ഞിട്ട് അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്ത്. ഫോട്ടോ വളരെ എൻ്റെ അടുത്തുണ്ട്. അത് ഞാനിപ്പം ഇതായിട്ട് കാണിക്കുന്ന മമ്മൂക്കാൻ്റെ അടുത്ത് ഫസ്റ്റ് ഫോട്ടോ അതാണ്. ഇന്നും മമ്മൂക്കാനെ കാണാൻ പോകുമ്പോൾ അന്ന് കണ്ട ആ ഒരു ഇത് ഫസ്റ്റ് കാണുമ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം കാണാതെ കാണുമ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഫീലിങ്സ് ഉള്ളത് അത് മമ്മൂക്കാനോട് മാത്രമേ ഉള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു മമ്മൂക്കാൻ്റെ അടുത്ത്, മമ്മൂക്ക ഞാൻ പറയാം ഒരു സെൽഫി എടുക്കണം എന്ന് പറയാൻ, നിങ്ങളിത് എപ്പോഴും ഫോട്ടോ എടുക്കുക. ഞാൻ പറഞ്ഞു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതെ പറ്റൂല. അത് അങ്ങനെയാണത്. ഇനിയിപ്പോൾ നമുക്ക് ഓണ സമയത്താണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഓണം തിയേറ്ററുകളിൽ എത്തുന്ന ഒരു വിശേഷമാണ്. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണവിശേഷങ്ങൾ ഞാൻ ശരിക്കും എൻ്റെ കുടുംബത്തിലാണ് സാധാരണ ഓണം ആഘോഷിക്കൽ കഴിയുന്നതും. പിന്നെ സെറ്റുകൾ ചില സമയത്ത് നമ്മൾ സെറ്റുകളിൽ പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അല്ലാതെ പറ്റൂല. അവിടെ ഓണാഘോഷം നമ്മുടെ കേരളീയരെല്ലാവരും ആഘോഷിക്കുന്നതാണല്ലോ. എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ എൻ്റെ പാപ്പമ്മയ്ക്കും മക്കളും പേരക്കുട്ടികളും അവരുടെ കല്യാണം കഴിച്ചവർ എല്ലാം കൂടി ആയിട്ട് 101 പേരുണ്ട് ഞങ്ങൾ. വലിയ ഫാമിലിയാണ്. അപ്പം അതിൽ കുറേ ആൾക്കാർ പുറത്തൊക്കെയാണ്. എങ്ങനെ ഒരു 10-60 പേര് എല്ലാ വർഷവും ഉണ്ടാവും സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലാണ് ഓണാഘോഷിക്കൽ. അതിൽ പിന്നെ വടംവലി മത്സരം, ചാക്ക് റേസ്, പിന്നെ കുട്ടികളുടെ സ്പൂണ്, ലെമൺ സ്പൂണ്, അത് പിന്നെ സൂചി ഓടുന്ന അങ്ങനത്തെ കളി, ചെയറ്, മ്യൂസിക്കൽ ചെയറ്, അങ്ങനെയുള്ള കളികളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ ആവശ്യം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഡിന്നർ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയുള്ളൂ. എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യൽ. അത് വീടിൻ്റെ മുറ്റത്ത് നമ്മൾ മുറ്റത്ത് തന്നെ എല്ലാ കളികളും കാര്യങ്ങളും ഭയങ്കര പിന്നെ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ച് വളരെ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്രാവശ്യം അതില്ല. കാരണം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ അത് ചുരുക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ മിക്കവാറും ഷൂട്ടിങ്ങിലും ആയിരിക്കും. ഞാൻ ലൊക്കേഷനിലായിരിക്കും. സത്യം പറഞ്ഞാൽ ലൊക്കേഷനിലാണെങ്കിൽ ഈ വീട് ഇത്രയും ആഘോഷങ്ങളുള്ള കാരണം വീട് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും അല്ലേ? പിന്നെ നമ്മളില്ലെങ്കിലും അത് നടത്തും. കാരണം ആദ്യം മുതലേ ശീലിച്ച കാര്യങ്ങളാണ്. കാരണം നമ്മളെ കാത്തു നിൽക്കുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മൾ നിർബന്ധമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് നടക്കില്ല എന്നുള്ളത് അവർക്കറിയാം. 2 ജോലിയും, ഒന്ന് പോലീസിലെ ജോലി, ഒന്ന് സിനിമയിലെ ജോലി. പോലീസിലൊക്കെ ആകുന്ന സമയത്ത് ഈ ഓണാഘോഷ പരിപാടികളൊക്കെ മുമ്പ് വരുമ്പം വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകാൻ തന്നെ പറ്റില്ല. കൽപ്പറ്റയിലുള്ള ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അല്ലാതെ ഓണാഘോഷങ്ങൾക്കായിട്ട് അപ്പോൾ ഡ്യൂട്ടി കൂടുതലായിരിക്കും. കാരണം ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയൊക്കെ കൂടുതലായിട്ട് എല്ലാവരും മൊബിലൈസ് ചെയ്യും. എല്ലാവരും ഓണത്തിന് വീട്ടിൽ പോകാൻ പറ്റൽ പണിയായിരിക്കും. അപ്പോൾ ഉള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആഘോഷിക്കും. എവിടെയാണ് അത് ലൊക്കേഷനിലാണെങ്കിൽ ലൊക്കേഷനിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് ഞാൻ ഓണത്തിൻ്റെ 1-2 ചോദ്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇക്കൊക്കെ ഒരു അവസരം കിട്ടുകയാണ് മഹാബലി ആവാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നാടിൻ്റെ നന്മയ്ക്ക് ഏറ്റവും നല്ല പിന്നെ എന്താ പറയുക, മായവും കലർപ്പും ഇല്ലാത്ത നല്ല ഭക്ഷണം കൊടുക്കാൻ. ഭക്ഷണത്തിൻ്റെ ഫുഡ് സേഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇതാക്കുന്നത്. 2 കാര്യങ്ങളാണ്, ഫുഡ് സേഫ്റ്റി, അതുപോലെ തന്നെ ശുചീകരണം, വേസ്റ്റ് മാനേജ്മെൻറ്റ്. തലമുറ
ആരോഗ്യമുള്ള തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് അവിടെയും ഇവിടെയും കൂട്ടിയിടുന്നതും അതൊക്കെയാണ് ഒരുപാട് രോഗങ്ങൾ പരത്തുന്നതും. ഭക്ഷണം അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ മത്സ്യത്തിലൊക്കെ ചെയ്യുന്ന പല അങ്ങോട്ട് പിന്നെ കുറേ ഇവിടുന്ന് വേറെ സ്റ്റേറ്റിലേക്ക് അയക്കും, ആ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് വേറെയുള്ള രൂപത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ നിർത്തലാക്കിയിട്ട് നമ്മളെ ഫ്രഷ് സാധനങ്ങൾ അത് വിൽക്കാൻ പറ്റുന്ന കുറഞ്ഞ സമയം വിൽക്കാൻ പറ്റുള്ളൂ, ആ സമയത്ത് വിൽക്കുന്നത് വിറ്റാൽ മതി. അങ്ങനെയുള്ള ഒരു മഹാബലിയായിരിക്കും. പോലീസ് ആവുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൽ അത് ഇപ്പോൾ അങ്ങനത്തെ ശരിക്കും അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു മത്സ്യം ഇറക്കുകയാണ്, അത് ഈ ഫോർമാലിനും ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇട്ടിട്ടുള്ള മരുന്നാണെങ്കിൽ അത് ഇറക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ അതോറിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കില്ല. അത് നിർബന്ധമായിട്ട് പറയാനേ അവർക്കും പറ്റില്ല. കാരണം ഓരോരുത്തർ ബിസിനസ് മേഖലയിലുള്ള അവർക്ക് അത് അങ്ങനെയാണ് ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നിർത്തലാക്കിയാലേ അത് ഭക്ഷണത്തിലുള്ള എന്താണ് പറയേണ്ടത്, വിഷാംശം കലർന്ന മരുന്നുകളും കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഫ്രൂട്ട്സിൽ എല്ലാം നമ്മൾ ഒരുപാട് രോഗങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അധികം ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ കണ്ട് മട്ട അരി, നമ്മൾ അരി കഴിക്കുന്നത് മട്ടരി ചുവന്ന ഈ മട്ടരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷുഗർ കണ്ടൻറ്റ് കുറയും, പിന്നെ മറ്റേതിന് അത്ര ദോഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം വാട്സാപ്പിൽ കണ്ടിരുന്നു ഈ മട്ടരി അവിടെ കളറ് ചേർത്തിട്ട് കെമിക്കൽ കളർ ചേർത്തിട്ട് ബ്രൗൺ കളർ ചെയ്ത് കണ്ടായിരുന്നോ? അപ്പോൾ അത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതാണല്ലോ നമ്മൾ കഴിച്ചത്. നമുക്കിത് പോയി നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെ 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 അതെ. നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഹിക്കാക്കുള്ളൊരു സ്വഭാവം, അതായത് കുറേ നാളായിട്ട് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതിപ്പോൾ മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ ഒരു ക്യാരക്ടർ മാറ്റുന്നത്? മനസ്സിലായിരുന്നു ചോദ്യം, മനസ്സിലായില്ല. അതായത് ഇക്കൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ നമ്മൾ ഓർക്കുള്ളൂ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു സാധനം എലിമിനേറ്റ് ചെയ്ത് കളയണം എന്നുള്ളത്. അതുപോലെ ഒരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ, വർഷങ്ങളായിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സ്വഭാവം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അല്ല, അതിന് അങ്ങനത്തെ ഹാബിറ്റൊന്നുമില്ല. എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെയുള്ളൂ. ഭക്ഷണം ക്രമീകരണമൊക്കെ വളരെ ഇഷ്ടമാണ്. ചില ഭക്ഷണങ്ങൾ ടേസ്റ്റ് ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ വിചാരിച്ചു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നിർത്താൻ പറ്റില്ല. അത് മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. ചില രുചികരമായ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കിയത്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ്. അപ്പം അതിൽ അപ്പോൾ അന്നത്തെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ. അപ്പോൾ അത് മാക്സിമം കൺട്രോൾ ചെയ്യാനുള്ള അതാണ് മെയിൻ, എല്ലാവർക്കും ഉള്ളതുപോലെ. അത് തന്നെ അത് തന്നെ അത് തന്നെ. അപ്പോൾ ടിനിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ ടിനിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യം ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എങ്ങനെ, എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രാവിലെ മട്ടൻ ബിരിയാണി കഴിച്ചോ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചോ, രാത്രി നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്കയാന്ന് തോന്നുന്നു, പുള്ളി അതൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് കഴിയുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും, നീ അവിടെ കിടന്ന് പറഞ്ഞു നിന്റെ വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് അല്ല, ഭക്ഷണം അതിൽ എല്ലാവരോടായിട്ടുള്ള ഒരു അഡ്വൈസാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം ഈ കാലഘട്ടത്തിലെ അധികം ആൾക്കാരും ഫിറ്റ്നസ്സിലൊക്കെ വളരെ കോൺഷ്യസ് ആണ്. ഇപ്പം ഭക്ഷണം, പക്ഷേ കൂടുതൽ പേര് ഭക്ഷണം കഴിക്കാതെ തടി മെലിയിക്കുന്ന പരിപാടി, അത് വളരെ ദോഷമാണ്. അത് ഒരു ഗുണമല്ല. അതുകൊണ്ട് അത് പിന്നെ നമ്മളെന്താ പറയണ്ടത്, ഇപ്പോൾ തടി കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നല്ല ഫിറ്റ്നസ്സോട് കൂടിയിട്ടുള്ള ശരീരമാണെങ്കിൽ ഫാറ്റായിട്ട് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. ഭക്ഷണം കഴിക്കാതെ മറ്റേത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പോഷകങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളത് ലഭിക്കാതെ അത് ഒരുപാട് രോഗങ്ങൾക്ക് സാധ്യത കൂടും, ഒരു ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണം, ആവശ്യത്തിനുള്ള വ്യായാമം, ചിട്ടയായ ജീവിതം, ഇതിൽ കൂടെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്താനും പറ്റുള്ളൂ. അതിൽ കൂടെ നമുക്ക് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നേരിടാൻ കഴിയും. അതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇനി ലാസ്റ്റ് മഹാബലിയായുള്ള ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കൂടിയേ ഉള്ളൂ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. സ്ത്രീകൾ സുരക്ഷയ്ക്ക് മഹാബലിയാണ്ടല്ലോ, നമ്മളല്ലെങ്കിലും നമ്മൾ സുരക്ഷയ്ക്ക് നമ്മൾ പ്രവർത്തിക്കാം. മഹാബലി ആയാലായിരുന്നല്ലോ ടാസ്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മഹാബലിയുടെ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അതെന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും. ആ സമയത്ത് വളരെ നല്ല കാലമായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അത് ആ കാലം തിരിച്ചു വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ സുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരും അതിന് പിന്നെ എല്ലാവരും ബോധവാന്മാരായിട്ട്, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും ബോധവാന്മാരായിട്ട് സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ആ സുരക്ഷ എന്നും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും നമ്മൾ ഈ ഒരു വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കൂടി നമ്മുടെ മെൻ്റൽ
ഹെൽത്തും കൂടി അതിൽ വരും. ആ മെൻ്റൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഏത് കാര്യങ്ങളും നേരിടാനും സംസാരിക്കാനും ഇപ്പം ബോൾഡായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഒരാളും ഒരു പിന്നെ എന്താ പറയുക ഒരാളെ ആക്രമിക്കാനോ മറ്റേനോ പോവില്ല. അത് ആ പെരുമാറ്റത്തിലാണ് വരുന്നത്. സംസാരിക്കുന്നതിന് ഒരു ഓപ്പോസിറ്റ്. ഇപ്പോൾ നിങ്ങളിരുന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ കാണിക്കുന്ന റെസ്പെക്റ്റും കാര്യത്തിന് അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുള്ളൂ. ഞാൻ മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ സംസാരിക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ മനുഷ്യന്മാർ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ മാതിരി അവരെ സ്ത്രീകൾ പറയാൻ പാടില്ല, ഉണ്ടാൻ പാടില്ല, അങ്ങനെയുള്ള അതൊക്കെ മാറി. കാലഘട്ടത്തിൽ ആൾക്കാർ എല്ലാവർക്കും ഈക്വൽ അവകാശമാണ്. എല്ലാവർക്കും എല്ലാ എന്താ പറയണ്ടത് പിന്നെ അവൻ്റെ ബോധം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. അപ്പം അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും പിന്നെ നമ്മളതല്ല, നമ്മൾ ഒരു പുരുഷന്മാർ സ്ത്രീകളെ അവർ നമ്മളെ മാതിരി തന്നെയാണ്. അവർ നമ്മളെ സമൂഹത്തിൽ നമ്മളെ കൂടെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ മാന്യമായിട്ട് പെരുമാറാനും ഇതിനുള്ള മനസ്ഥിതി ഉണ്ടാക്കണം. ഓക്കെ. ഞാൻ ഇക്കയുടെ ഇൻസ്റ്റാ പേജിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോഴേ അക്ഷയ് കുമാറായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ കണ്ടു ജിമ്മിൽ വന്നിട്ട്. അപ്പോൾ അത് ആ ഒരു ഓർമ്മ എന്തായിരുന്നു, അല്ലെങ്കിൽ അത് എപ്പോഴായിരുന്നു ആ ഒരു അതിപ്പോൾ നടികർ തിലകം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ ഹൈദരാബാദായിരുന്നു. അപ്പോൾ അതിൽ രാമോജി ഫിലിം സിറ്റിയിലായിരുന്നു ആ ഷൂട്ട്. അവിടെ പിന്നെ അവർ അക്ഷയ് കുമാറും ജാക്കി ഷ്രഫിൻ്റെ മകനും അവർ രണ്ടുപേരോട് അഭിനയിക്കുന്ന അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ രാവിലെ അവർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അവർ ഷൂട്ടിങ്ങിന് പോവുള്ളൂ. ഞാനും അവിടുന്ന് സൗകര്യം കിട്ടിയപ്പോൾ രാവിലെ ജിമ്മിൽ വർക്കൗട്ട് ആവും. അങ്ങനെ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു. 1 വീക്ക് ഒരുമിച്ചായിരുന്നു. അപ്പോൾ വളരെ കമ്പനിയായി. പിന്നെ പുള്ളി ഈ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലൊക്കെ ഫിറ്റ്നസ് ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞ കൂട്ടത്തിലും പുള്ളി ഞാൻ പറഞ്ഞില്ല, മലയാള സിനിമ എന്ന് പറയുന്നത് അവരൊക്കെ ആക്ടിങ്ങിൽ മലയാള സിനിമയിലെ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ട് അവർക്കൊക്കെ ഭയങ്കര മതിപ്പാണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മുടെ മലയാളത്തിലുള്ള ഓരോ പ്രഗത്ഭരെ ഓരോ ലെജൻസാണ് ഓരോ ഇതാണെന്നൊക്കെ അവരവിടുന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മുടെ സിനിമേൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ആക്ടിങ് മറ്റതൊക്കെ വേറൊരു തരത്തിലാണ് എല്ലാം. ഇപ്പം ഈ അടുത്തായിട്ട് ഇപ്പോൾ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എല്ലാ സിനിമകളും നല്ല ഉഷാറായിട്ട് പോയിട്ടില്ലേ. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും അത് കിട്ടുന്നുണ്ടെന്ന്. ഇപ്പൊ ഇക്ക പറഞ്ഞ 3 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്: ബോഡി ബിൽഡർ, പോലീസ് ആൻഡ് സിനിമ നടൻ എന്നുള്ളത്. ഇപ്പൊ പേഴ്സണലി എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹം? അതായത് ഇപ്പോൾ ഒരു പോലീസായിട്ട് ആണെന്നോ അല്ലെങ്കിൽ സിനിമ നടൻ എന്നുള്ള രീതിയിലാണോ? പേഴ്സണലി ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഏതാ? അത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ആ ക്യാരക്ടറിൻ്റെ പേര് വിളിച്ച് പറയുമ്പോൾ അത് സിനിമ തന്നെയാണ്. അതിൽ വരുമ്പോഴാണ് അതിൻ്റെ. പിന്നെ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഫസ്റ്റിൽ ഇപ്പോൾ ലാലേട്ടനൊക്കെ ആയാലും ശരി, ലാലേട്ടൻ ഒരാളോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അബസ്ലീം അറിയില്ലേ, 2 times മിസ്റ്റർ ഇന്ത്യയാണ് അത് പറയും. അതിൻ്റെ ഒരു ചില ആൾക്കാർക്ക് അറിയില്ല. ഒരു ദേശീയ തലത്തിൽ ഒരു ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ എത്ര കോടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ സെലക്ട് അത് വലിയൊരു ഘട്ടമാണത്. അത് 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ഞാൻ മിസ്റ്റർ ഇന്ത്യ കിട്ടുമ്പോൾ കേരളത്തിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മിസ്റ്റർ ഇന്ത്യ ഞാനാണ്. ആ റെക്കോർഡ് ഇനി മാറ്റാനും പറ്റില്ല ആർക്കും. കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് മിസ്റ്റർ ഇന്ത്യ അബുസലീം അതവിടെ കിടന്ന് അത് ചരിത്രത്തിൽ എഴുതി വെച്ചത്, അത് മാറില്ല. അതുപോലെ പോലീസിൻ്റെ ഹിസ്റ്ററി ബുക്ക് ഇറക്കിയിരുന്നു. അതിലും മിസ്റ്റർ ഇന്ത്യ അബുസലീം 1984 എന്നുള്ള ആ ബുക്കിലുണ്ട്, ഹിസ്റ്ററി ബുക്കിലുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ നേട്ടങ്ങൾ ഈ പേരിന്റെ പുറകിലുണ്ട്. അതെ അതെ അതെ. ഓക്കെ. എനിക്ക് റിയൽ ലൈഫിൽ പോലീസും റിയൽ ലൈഫിൽ കൂടുതലും വില്ലനുമായിട്ട് വരണ്ട അല്ലേ? അല്ല, അതാണ് നമ്മളെ ആക്ടിങ് എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ അല്ലാത്ത ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മളൊരു പടത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വിട്ടത് ആ ഭാഗം പിന്നെ നമ്മൾ പ്രായോഗികം പോലെ ഈ വില്ലനിസം ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എവിടെ ഒരു ഫംഗ്ഷനിൽ പോയാൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇവിടെയും പറയുകയാണ് ഞാൻ, ഈ വില്ലന്മാരെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ വില്ലത്തരം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ വില്ലത്തരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഇഷ്ടപ്പെടുന്നതിൽ നന്മയും തിന്മയുള്ള പോരാട്ടമായിട്ടാണ് നായകനും വില്ലനും വരുന്നത്. നന്മയുടെ പ്രതീകമായിട്ട് ഹീറോയും തിന്മയുടെ പ്രതീകമായിട്ട് വില്ലനും. അപ്പം വില്ലൻ്റെ തിന്മയുടെ വിജയം ചുരുങ്ങിയ സമയത്തോ ഒരു നിശ്ചിത പീരീഡിലേ ഉണ്ടാവുള്ളൂ. നന്മയുടെ വിജയം അത് അവിടെ സ്ഥിരമായിട്ട് കിടക്കുന്നതാണ്. അപ്പം അതേ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. മറ്റത് ആ നന്മ
തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ തിന്മയെ കാണിക്കുന്നത്. അല്ലാതെ തിന്മയിലേക്ക് പോയിട്ട് ആരും ആവരുത് എന്നുള്ളതാണ് കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. മറ്റേത് വില്ലത്തരം കാണിച്ചിട്ട് ആ വില്ലത്തരം കാണിക്കലാണ് കുട്ടികൾ കൂടുതൽ അതിലേക്ക് പോകുക. അപ്പോൾ അതിന് അവരോടുള്ള അഡ്വൈസ് അതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു ആൺപിള്ളേർക്കായിരിക്കും ഈ അതെ താല്പര്യമുള്ളത്. അല്ല, ഇടി മാത്രമല്ല ബാക്കിയുള്ള ഏത് കാര്യങ്ങളും അത് അങ്ങനെയാണല്ലോ ചെയ്തത്. അങ്ങനെ നല്ലതും ചീത്തയുണ്ട് എന്നുള്ളത് അവരെ ബോധവാന്മാരും കൂടി ആക്കണം. നമ്മൾ ആ ഓണത്തിൻ്റെ സെഗ്മെൻറ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഓണവുമായി ബന്ധപ്പെട്ട കളികൾ വരാം. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഊഞ്ഞാലാട്ടം, പിന്നെ ഉറിയടി, കമുകിൽ കയറ്റം, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, തുമ്പിതുള്ളൽ ഓണത്തിനുണ്ടോ? ഓക്കെ, തുമ്പിതുള്ളൽ. ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ. ഇത് ഏതായിരിക്കും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് എന്നറിയാം. ഞാൻ കുടുംബത്തിലെ ഓണത്തിൻ്റെ പറഞ്ഞല്ലോ, അതിലേറ്റവും എൻജോയ് ചെയ്തത് വടംവലി നടത്തിയിരുന്നു. 2 വർഷം നടത്തിയിട്ട് 2 വർഷവും എൻ്റെ വൈഫ് പറഞ്ഞത് പുരുഷന്മാരൊരു ഭാഗം സ്ത്രീകളൊരു ഭാഗം എന്ന്. വടംവലി 2 വർഷം നടത്തിയിട്ട് 2 വർഷം അവരാ ജയിച്ചത്, സ്ത്രീകള്. ഓക്കെ, അപ്പൊ ഇത്രയും ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായി. ബോഡി ബിൽഡിംഗ് ഞാൻ മാത്രം എന്നിട്ട് കാര്യമല്ലല്ലോ. അപ്പുറത്ത് കുറെ പേര് അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഈ 60 പേര് 10-60 പേരുള്ളതിൽ 2 വിഭാഗമായിട്ടാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ തന്നെ നല്ല ഹെൽത്തിയാണ്. അവരെ എണ്ണത്തിൽ കൂടുതൽ, പിന്നെ സ്ത്രീകൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ അവർ തർക്കിക്കും. അവർ ജയിച്ച അതിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഇപ്രാവശ്യം ഓണത്തിന് വടംവലി ഉണ്ടാവില്ല എന്നുള്ള വിഷമത്തിലാണ്. ഓക്കെ, ആഘോഷങ്ങളില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അതെന്തായാലും അടിപൊളി. ഓക്കെ, എനിവേ എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സുകുമാരക്കുറുപ്പ് അല്ലേ? സുകുമാരക്കുറുപ്പിന് ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രജീവം മൂവീസിൻ്റെ ബാനറിൽ ഷെബിൻ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഷാജി കൈലാസ് സാറിൻ്റെയും ആനിയുടെയും 3ാമത്തെ മകൻ റുഷിൻ നായകനായി അഭിനയിക്കുന്ന, ഞാൻ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് 13-ാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ്. ഓണത്തിൻ്റെ സമ്മാനമായി, അല്ലെങ്കിൽ ഓണത്തിനുള്ള ഒരു സന്തോഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അത് വലിയ വിജയമാക്കി നമ്മുടെ പുതുമുഖമായിട്ടുള്ള നടന്മാരെയും നടികളെയും മാത്രമല്ല എന്നെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ഓൺ ചെയ്തു. ഇല്ല, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ല. അതല്ല, ഞാനിങ്ങനെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഭയങ്കര ഹെൽത്തൊക്കെ നോക്കുന്ന, ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറ്റാക്ക് വരുന്നു, അങ്ങനത്തെ ടെൻഡൻസി കുറേ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇല്ല പറഞ്ഞില്ല. അല്ല, അപ്പം ഈ ഒരു സംശയം നമുക്ക് എപ്പോഴും, കാരണം നമ്മൾ നോക്കുമ്പോൾ ഇവർ എപ്പോഴും ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് എങ്ങനെ ഇത് വരുന്നു എന്നൊരു തോട്ട് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതിപ്പം മൊത്തത്തിൽ കേൾക്കുന്നതാണ്. ഇപ്പം ജിമ്മ്, ഷട്ടില്, ഫുട്ബോള്, ഈ ഗ്രൗണ്ടുകളിലുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താ അറിയോ? അത് ചെയ്തത് കൊണ്ടല്ല ഇത് വരുന്നത്. അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അത് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം അന്നത്തെ ദിവസം ആ വർക്കൗട്ട് ചെയ്യാൻ ആപ്റ്റാണോ, യോഗ്യമാണോ എന്നുള്ളത് സ്വയം നമ്മൾ വിലയിരുത്തണം. അത് വല്ല ക്ഷീണമോ തോന്നുക, അല്ലെങ്കിൽ ശ്വാസത്തിന് വല്ല തടസ്സമോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ചെറിയ പെയിനോ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അന്ന് കളിക്കരുത്. നമ്മൾ പൾസ് റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും സ്വയം. പൾസ് റേറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യരുത്. പിന്നെ ചില ആൾക്കാരിപ്പം നല്ല ഫുട്ബോൾ കളിച്ചിരുന്ന ആളായിരിക്കും, കുറേ കാലത്തായിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും ജോലി വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അവിടുന്ന് ഒരു റെസ്റ്റിന് വരുന്ന സമയത്ത് പിന്നെ കൂട്ടുകാരൊക്കെ കളിക്കണം, അന്ന് കളിക്കുന്നതിനും വരാമെന്ന് പറഞ്ഞിട്ട് പഴയ ബൂട്ടൊക്കെ കെട്ടി പുള്ളി ഗ്രൗണ്ടിലിറങ്ങും. ഗ്രൗണ്ടിലിറങ്ങി കളിച്ച് കഴിയുമ്പോൾ വാശി കൂടും, വളരെ ആവേശമായിട്ട് നല്ലോണം ഓടി കളിക്കും. ഒരു പ്രശ്നമല്ല, കളി കഴിഞ്ഞ് ഇറങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ കുഴഞ്ഞ് വീണ് കൊണ്ടുപോകും. ഇതേ സ്ഥിതി തന്നെയാണ് ഷട്ടിലിലും വരുന്നത്. അപ്പം നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുമ്പം നിർത്തിയിട്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഗ്രാജുവലായിട്ട് കുറച്ച് കൂട്ടി നമ്മുടെ ആ പീക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾക്കൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടാവും, ഇൻറ്റേർണൽ പാർട്സിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം
ഇത് അന്വേഷിക്കുമ്പോൾ 2 ദിവസം മുന്നേ പുള്ളി ചെറിയൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ശ്വാസം തടസ്സം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ശരീരം യോഗ്യമല്ലെങ്കിൽ ഒരു കാരണവശാലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഒരു സംശയം ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചു. അതെനിക്ക് പലർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതെ.